നമ്മുടെ വീട്ടിലായിക്കോട്ടെ ഹോസ്പിറ്റലായിക്കോട്ടെ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യം എന്തുവാ? പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക അല്ലേ? അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഹാൻഡ് ഹൈജീനെ കുറിച്ചാണ്. ഹാൻഡ് ഹൈജീൻ ചെയ്യുക. അപ്പോൾ ഹാൻഡിന് ഹൈജീൻ ചെയ്യുന്നത് എങ്ങനെ? ഹാൻഡ് വാഷിങ്ങിലൂടെയാണ്. സോ ഈ ഹാൻഡ് ഹൈജീൻ പല രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ടൈപ്സ് ഓഫ് ഹാൻഡ് ഹൈജീൻ പഠിക്കണം, ഹാൻഡ് വാഷിംഗ് അറിഞ്ഞിരിക്കണം, എങ്ങനെയാണ് ആൽക്കഹോൾ റബ്ബൊക്കെ യൂസ് ചെയ്യേണ്ടത്, സാനിറ്റൈസർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ കോമ്പോസിഷൻ, അതിനെക്കുറിച്ചൊക്കെ അതിനകത്ത് പഠിക്കണം. ആൽക്കഹോൾ റബ്ബ്, പിന്നെ എപ്പോഴൊക്കെയാണ് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യേണ്ടത്, വെറുതെ ഇരിക്കുമ്പോൾ ഹാൻഡ് വാഷ് ചെയ്യണോ, എന്താണ് മൊമെന്റ്സ് ഓഫ് ഹാൻഡ് വാഷിംഗ്, ദെൻ WHO ഹാൻഡ് ഹൈജീൻ പ്രൊമോഷൻ. സോ ഇത്രയാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പം ഹാൻഡ് ഹൈജീൻ എന്ന് വെച്ചാൽ ദ ഹാൻഡ്സ് ഓഫ് ദ ഹെൽത്ത് കെയർ വർക്കേഴ്സ്. നമുക്കിവിടെ HCW എന്നായിരിക്കും ഇനി മുതൽ പറയുന്നത്. ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ ഹാൻഡ്സ് എന്ന് പറയുന്നതാണ് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ബെസ്റ്റ് എന്ന് പറയുന്നത് അത് നല്ലതല്ല, മെയിൻ സോഴ്സ് അത് പറയാം. മെയിൻ സോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ് തന്നെയാണ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ്. ഹാൻഡ് ഹൈജീൻ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷറാണ്. എന്തിനാണ്? ടു അവോയ്ഡ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഹാംഫുൾ മൈക്രോബ്സ്. ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോബ്സിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി പല ടൈപ്പിൽ നമുക്ക് ഹാൻഡ് ഹൈജീൻ അച്ചീവ് ചെയ്യാം അല്ലേ? നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കാറുണ്ട്? പൊതുവെ ആൽക്കഹോൾ റബ്ബ് ഉപയോഗിക്കാറുണ്ട്, സാനിറ്റൈസർ ഉപയോഗിക്കാറുണ്ട്, സോപ്പും വെള്ളവും ഒക്കെ വെച്ച് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്നവരുണ്ട്. അതേസമയം ഈ സോപ്പും വാട്ടറും തന്നെ ചിലപ്പം നമ്മൾ ഹാൻഡ് വാഷ് ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ കുറച്ച് നേരം ഇരുന്ന് ഹാൻഡ് വാഷ് ചെയ്യും, ചിലപ്പോൾ കുറേ നേരം ഇരുന്ന് ഹാൻഡ് വാഷ് ചെയ്യും. അത് പല സിറ്റുവേഷനിലാണ് ആവശ്യം. അപ്പം ആദ്യം നമുക്ക് ഹാൻഡ് റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കാം. ഹാൻഡ് റബ്ബ് എന്ന് പറയുന്നത് ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റബ്ബാണ്. 70 to 80% ഈതയിൽ ആൽക്കഹോൾ ഉണ്ടായിരിക്കണം. ആൻഡ് ക്ലോർഹെക്സിഡിൻ എത്ര വേണം? ക്ലോർഹെക്സിഡിൻ ഷുഡ് ബി 0.5 to 4% ആണ്. The duration of the contact has to be at least 20 to 30 seconds. അത്ര നേരം ഇരുന്നെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യണം. എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്? ഹാൻഡ് റബ്ബിൻ്റെ കാര്യം നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പം നമ്മൾ ഹാൻഡ് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഇവാപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതൊന്നുമില്ല. ഇത് സ്വന്തമായിട്ട് തന്നെ ഇവാപ്പറേറ്റ് ചെയ്ത് പൊക്കോളും. സോ ഡ്രൈയിങ് ദ ഹാൻഡ്സ് ഈസ് നോട്ട് നെസസറി, ആവശ്യമില്ല. എവിടെയാണ് നമ്മൾ ഹാൻഡ് റബ്ബ് ഉപയോഗിക്കാറുള്ളത്? നമ്മളിപ്പം ഹോസ്പിറ്റലിൽ റൗണ്ട്സിന് പോവുകയാണ്. അപ്പം ഒരു ബെഡിൽ നിന്നും അടുത്തൊരു ബെഡിലോട്ട് പോകുന്ന സമയത്ത് ഒരു പേഷ്യൻറ്റിനെ ടച്ച് ചെയ്തു, അടുത്ത സമയത്ത് അടുത്ത പേഷ്യൻറ്റിനെ പോയി അതേ കൈ കൊണ്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേഷ്യൻ്റ് അസുഖം എന്തായാലും അടുത്ത പേഷ്യൻറ്റിന് വരും. സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ റൗണ്ട്സിൻ്റെ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. സോ വെന്നെവർ ദർ ഇസ് എ നീഡ് ഓഫ് ഹാൻഡ് ഹൈജീൻ, നമുക്ക് എപ്പോഴും പോയി ഹാൻഡ് വാഷ് ചെയ്യാൻ പറ്റത്തില്ല. സോ വി യൂസ് ആൽക്കഹോൾ റബ്ബ്. അടുത്ത ഹാൻഡ് വാഷ് തന്നെ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ ആൻറ്റി മൈക്രോബിയൽ സോപ്പ്, അത് ചിലപ്പം ലിക്വിഡ് ആവാം, ജെല്ലിൻ്റെ ഫോമിൽ കിട്ടാം, അല്ലെങ്കിൽ ബാറിൻ്റെ ഫോമിൽ കിട്ടാം. സോപ്പ് ബാർ, ലിക്വിഡ് ഹാൻഡ് വാഷ്, പിന്നെ ജെല്ലിൽ കിട്ടാം. ഓക്കെ, ഇവിടെ നമ്മളൊരു 40 മുതൽ 60 സെക്കൻഡെങ്കിലും കോണ്ടാക്റ്റിലാവണം. 40 മുതൽ 60 സെക്കൻഡ് കോണ്ടാക്റ്റിലാവണം. ഹാൻഡ് വാഷ് എപ്പോഴൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ ഹാൻഡ്സ് ആർ വിസിബിളി സോയിൽഡ് വിത്ത് ബ്ലഡ് കൊണ്ടോ അല്ലെങ്കിൽ എക്സ്ക്രീറ്റ കൊണ്ടോ പേഷ്യൻറ്റിൻ്റെ ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ടോ അല്ലാന്ന് പക്ഷം പേഷ്യൻറ്റിനെ ടേക്ക് കെയർ ചെയ്യുന്ന സമയത്ത് ഈ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഹാൻഡ് വാഷിങ് ചെയ്തിരിക്കണം. ടേക്കിംഗ് കെയർ ഓഫ് പേഷ്യൻറ്റ് വിത്ത് ഡയറിയ ഉള്ള പേഷ്യൻറ്റിന്. അടുത്തയാണ് സർജിക്കൽ ഹാൻഡ് വാഷിംഗ്. എന്താണ് സർജിക്കൽ ഹാൻഡ് വാഷിംഗ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഹാൻഡ് വാഷ് ചെയ്യാമെന്ന്. ഈ സർജിക്കൽ ഹാൻഡ് വാഷിംഗ് എന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ വിട്ടു പോവുകയാണ്. എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റെറൈൽ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ഹാൻഡ് വാഷിംഗ് ആണ് സർജിക്കൽ ഹാൻഡ് വാഷിംഗ് എന്ന് വെച്ചാൽ സ്റ്റെറൈലായിട്ട് ചെയ്യേണ്ട സ്ഥലങ്ങൾ. ഇവിടെ നമ്മൾ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും then 4% ക്ലോർഹെക്സിഡിൻ
ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലോർഹെക്സിഡിൻ. ഹാൻഡ് റബ്ബ് പറഞ്ഞപ്പോൾ ആൽക്കഹോൾ റബ്ബാണ്. ഇത് 70-80% രീതിയിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ക്ലോർഹെക്സിഡിൻ ഉപയോഗിക്കാം. ഇത് 20 to 30 seconds എങ്കിലും ഒരു ഹാൻഡ് റബ്ബ് കൊടുക്കണം. അഡ്വാൻറ്റേജ്, നമ്മൾ പോയി ഇവാപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നാച്ചുറലി ഇവാപ്പറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ഉപയോഗിക്കേണ്ട ഇൻഡിക്കേഷൻസ്, നമ്മൾ ഹോസ്പിറ്റൽ റൗണ്ട്സിന് നിൽക്കുന്ന സമയത്ത് ഒരു പേഷ്യൻറ്റിന് തൊട്ട് അടുത്ത പേഷ്യൻറ്റിലോട്ട് പെട്ടെന്ന് ടച്ച് ചെയ്യേണ്ട സിറ്റുവേഷനിൽ. ദെൻ ഹാൻഡ് വാഷ് ചെയ്യേണ്ടത് ഹാൻഡ് റബ്ബ് ഉപയോഗിക്കാം, മീൻസ് ലിക്വിഡ് ഉപയോഗിക്കാം, ജെൽ ഉപയോഗിക്കാം, ബാർ ഉപയോഗിക്കാം. 40 to 60 seconds ഹാൻഡ് വാഷ് ചെയ്യാം. സർജിക്കൽ എന്ന് വെച്ചാൽ 4% ക്ലോർഹെക്സിഡിൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഇത് സ്റ്റെറൈൽ ഭയങ്കര സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാം. ഇവിടെ അറ്റ്ലീസ്റ്റ് 3 to 5 minutes എങ്കിലും ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം. ഓക്കെ, അടുത്തതാണ് ഇൻഡിക്കേഷൻസ്. 5 moments ഓഫ് ഹാൻഡ് ഹൈജീൻ എപ്പോഴൊക്കെ ചെയ്യണം. ഇപ്പം ഞാൻ പേഷ്യൻറ്റിൻ്റെ റൂമിലോട്ട് കയറുകയാണ്. പേഷ്യൻറ്റിനെ ടച്ച് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെയ്തിരിക്കണം, ബിഫോർ ടച്ചിങ് ദ പേഷ്യൻറ്റ്. എന്തുകൊണ്ടാണ് എന്നിൽ നിന്ന് ഒരസുഖം പേഷ്യൻറ്റിലോട്ട് വരാതിരിക്കാൻ. ഇനി പേഷ്യൻറ്റിനെ ഏതൊരു പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുമ്പും ചെയ്തിരിക്കണം, ബിഫോർ എനി പ്രൊസീജിയർ. ഇനി പേഷ്യൻറ്റിൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു, ആഫ്റ്റർ എ പ്രൊസീജിയർ, അല്ലാന്നുണ്ടെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുമായിട്ടോ ബ്ലഡുമായിട്ടോ എന്തെങ്കിലും ഒരു തൊട്ടു എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്തിരിക്കണം. പിന്നെ 4ാമത്തത് പേഷ്യൻ്റ് ടച്ച് ചെയ്തതിന് ശേഷം ചെയ്യണം പ്രൊസീജിയർ, ഹാൻഡ് ഹൈജീൻ ആഫ്റ്റർ ടച്ചിങ് ദ പേഷ്യൻ്റ്. അപ്പം പേഷ്യൻറ്റിനെ തൊടുന്നതിന് മുമ്പ്, പേഷ്യൻറ്റിനെ തൊട്ടതിന് ശേഷം, പ്രൊസീജിയറിന് മുമ്പ്, പ്രൊസീജിയർ കഴിഞ്ഞിട്ട്. 5ാമത്തത് പേഷ്യൻറ്റിൻ്റെ സറൗണ്ടിങ്സ് തൊട്ടതിന് ശേഷം, ആഫ്റ്റർ ടച്ചിങ് പേഷ്യൻസ് സറൗണ്ടിങ്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നതാണ് സ്റ്റെപ്സ് ഓഫ് ഹാൻഡ് റബ്ബിങ് അല്ലെങ്കിൽ ഹാൻഡ് വാഷിങ് എങ്ങനെയെന്ന് പറയാം. ആദ്യം 2 കൈകൾ എടുത്തിട്ട് നന്നായിട്ട് പാം 2 കൂടി കഴുകണം. അതിന് നമ്മൾ പാം ടു പാം എന്നാണ് വിളിക്കുന്നത്. ഇനി ഒരു പാം എടുത്തിട്ട് ഒരു കൈയുടെ ബാക്കിലോട്ട് വെച്ച് കഴുകണം. ഓക്കെ, ബാക്ക് ടു പാം, അങ്ങനെ 2 സൈഡും കഴുകണം, ബോത്ത് സൈഡ്. ഓക്കെ, 3ാമത്തായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇന്റർലേസിങ്. വിരലുകളിലിടയിലൂടെ, വെബ് സ്പേസിനിടയിലൂടെ കഴുകണം. അടുത്തത് ലോക്ക് ചെയ്യുക, അതായത് ഒരു കൈ ഇങ്ങനെ വയ്ക്കുക, മറ്റൊരു കൈ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കുക, ലോക്കിങ് ചെയ്യുക. ദെൻ തമ്പ് മാത്രമായിട്ട് കഴുകുക. രണ്ട് കൈയും അങ്ങനെ ചെയ്യണം. ദെൻ തമ്പ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കൈയുടെ ഫിംഗേഴ്സിൻ്റെ നെയിൽ ടിപ്പ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യുക. പാം ടു പാം ചെയ്തു, ദെൻ ബാക്ക് ടു പാം, ദെൻ ഇന്റർലേസിങ്, ലോക്കിംഗ്, ദെൻ തമ്പ് ആൻഡ് സ്ക്രബ് യുവർ നെയിൽസ് ഓൺ പാം. ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഫൈൻ. സോ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് നമ്മളൊന്ന് പഠിക്കണം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഗൗൺ വരാം, ഗ്ലൗസ്, മാസ്കിന് പല ടൈപ്പ് ഉണ്ട്, അതൊക്കെ പറഞ്ഞുതരാം. മാസ്ക്, പിന്നെ ക്യാപ്പ് ഉണ്ട്, ഗൗണ്, ഗ്ലൗസ്, ഗൂഗിൾസ് ഉപയോഗിക്കാം. ഫേസ് ഷീൽഡ് ഉണ്ട്, ഇതെല്ലാമാണ് വരുന്നത്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് വിച്ച് ഇസ് യൂസ് ടു പ്രൊട്ടക്റ്റ് അവർ സ്കിന്ന് ആൻഡ് മ്യൂക്കസ് മെമ്പറൈൻ. സ്കിന്നും മ്യൂക്കസ് മെമ്പറൈനും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഏത് PPE ചൂസ് ചെയ്യണം എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലെവൽ ഓഫ് റിസ്ക് ആണ്. നമ്മുടെ സ്കിന്നുമായിട്ട് കണ്ടാമിനേറ്റ് ചെയ്യുന്നതാണോ, അങ്ങനെ. അപ്പം ദ ലെവൽ ഓഫ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് കണ്ടാമിനേഷൻ ഓഫ് സ്കിൻ, മ്യൂക്കസ് മെമ്പറൈൻ ആൻഡ് ക്ലോത്തിങ് ബൈ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഡ്യൂറിങ് ദ സ്പെസിഫിക് പേഷ്യൻറ്റ് കെയർ ആക്ടിവിറ്റി ഓഫ് ഇൻ്റർവെൻഷൻ. അപ്പം പേഷ്യൻറ്റിന് കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്, അപ്പം നമ്മൾ മസ്റ്റായിട്ട് മാസ്ക് ധരിച്ചിരിക്കണം. പിന്നെ പേഷ്യൻറ്റിന് ബ്ലഡിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൗസും ഒക്കെ ഉപയോഗിക്കണം. സോ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചും കൂടി നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം
നമുക്ക് ഒരു ടോപ്പിക്കുണ്ട്, അതായത് ഹാൻഡ് ഹൈജീൻ. ഹാൻഡ് ഹൈജീൻ എന്ന ടോപ്പിക്കിനകത്തുള്ളതാണ് ഹാൻഡ് വാഷും പിന്നെ ഹാൻഡ് റബ്ബും, ടൈപ്സ് ഓഫ് ഹാൻഡ് ഹൈജീനൊക്കെ. ഇനി ഐസൊലേഷൻ പ്രിക്കോഷൻ ആൻഡ് യൂസ് ഓഫ് PPEക്കകത്ത് ടൈപ്പ് ഓഫ് ഐസൊലേഷൻ സിസ്റ്റം, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഒക്കെയാണ് ഉള്ളത്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്താണെന്ന് പറഞ്ഞുതരാം. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ എന്ന് പറയുന്നത് ദീസ് ആർ ദ സെറ്റ് ഓഫ് കൺട്രോൾ പ്രാക്ടീസസ് വിച്ച് ആർ യൂസ്ഡ് ടു പ്രിവെന്റ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ്. ഡിസീസസിൻ്റെ ട്രാൻസ്മിഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു സെറ്റ് ഓഫ് പ്രിക്കോഷൻസ് ആണ്, സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് control practices. These are the set of control practices which are used to prevent the transmission of diseases that can be acquired by contact with the blood, body fluids, non-intact skin, mucous membrane. Okay. Then these measures should be followed when providing care or handling. ഇനി ഏത് ഇൻഡിവിജ്വൽസിൻ്റെ കാര്യമാണെങ്കിൽ ഇൻഡിവിജ്വൽസിന് ഇനിയിപ്പം ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഇൻഫെക്ഷൻ ആണെങ്കിലും ഇൻഫെക്ഷൻ അല്ലെങ്കിലും സിംറ്റമാറ്റിക് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു കെയർ കൊടുക്കണം. എനിക്ക് ഹാൻഡ് മീൻസ് അവർ ഹാൻഡിൽ ചെയ്യുമ്പം നമ്മളൊരു കെയർ സ്വന്തമായിട്ട് തന്നെ കൊടുക്കണം. ദെൻ സ്പെസിമെൻ്റ് കളക്ട് ചെയ്യുമ്പം അതിനിപ്പം ബ്ലഡ് ആയിക്കോട്ടെ ബോഡി ഫ്ലൂയിഡ്സ് ആയിക്കോട്ടെ അത് നമ്മളൊരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം. ദെൻ ഓൾ ദ നീഡിൽസ്, എല്ലാ നീഡിൽസും ആൻഡ് ഷാർപ്സ്. പിന്നെ വേറെ കാര്യം നോട്ട് ചെയ്യേണ്ടത് യൂണിവേഴ്സൽ പ്രിക്കോഷൻസ് എന്ന ടേമാണ്. യൂണിവേഴ്സൽ പ്രിക്കോഷൻ എന്ന് വെച്ചാൽ ഇത് നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ടേമാണ് വിച്ച് ഇസ് യൂസ്ഡ് ടു റെഫർ ദ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസ് ടു അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് ദ പേഷ്യൻറ്റിൻ്റെ ബ്ലഡുമായിട്ട് കോണ്ടാക്റ്റ് ആവാതിരിക്കാനും ആൻഡ് അത് പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് മെറ്റീരിയൽ ബൈ മീൻസ് ഓഫ് വെയറിങ് നോൺ പോറസ് ആർട്ടിക്കിൾസ് സച്ചസ് മെഡിക്കൽ ഗ്ലൗസ്, ഗൗണ്, നമ്മൾ നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ അതൊക്കെ. സോ ആ ഒരു യൂണിവേഴ്സൽ പ്രിക്കോഷൻ എന്ന ടേമിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന ടേമാണ് ഏതാണ് ആ ടേം? എവിടെയാണ് പോകുന്നത് വരെ? അതാണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ. ഓക്കെ, which in addition include contact with all the fluids regardless of whether blood is present. blood ഉണ്ടോ ഇല്ലയോ നോ മാറ്റർ എല്ലാ ബോഡി ഫ്ലൂയിഡ്സും. അപ്പം പണ്ട് യൂണിവേഴ്സൽ പ്രിക്കോഷൻ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ടേമാണ്. അത് ബ്ലഡുമായിട്ട് കോണ്ടാക്റ്റിലാവുന്നത്, അത് പൊട്ടൻഷ്യലി അതേപോലെ തന്നെ ബാക്കിയുള്ള പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് മെറ്റീരിയലുമായിട്ട് കോണ്ടാക്റ്റ് ആവുന്നതിനെ കുറിച്ച് പറയുന്നെങ്കിൽ ഇപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ എന്ന പുതിയ ടേമാണ് യൂസ് ചെയ്യുന്നത്. സോ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിനകത്ത് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഹാൻഡിലിംഗ് വിത്ത് ഓൾ ദ പേഷ്യൻസ് ഹാൻഡിൽ ചെയ്യുമ്പോഴും സ്പെസിമെൻസ് ആണ് കളക്ട് ചെയ്യുന്നതെങ്കിലും ഈവൻ ഷാർപ്പ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ നോക്കും. ഒന്നാമത്തെയാണ് ഹാൻഡ് ഹൈജീൻ. നന്നായിട്ട് കൈകൾ കഴുകണം. വി വാഷ് ഹാൻഡ്സ്. നന്നായിട്ട് ഹാൻഡ്സ് വാഷ് ചെയ്യണം. ദെൻ യൂസ് നോ ടച്ച് ടെക്നിക് വേറെവർ പോസിബിൾ. കഴിവത് നമ്മൾ ഒരിടത്തും തൊടാൻ പോവാതെ ഇരിക്കുക. നോ ടച്ച് ടെക്നിക്. പിന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ റെസ്പിറേറ്ററി ഹൈജീനും കഫ് എറ്റിക്വേറ്റും. അപ്പം ഹാൻഡ് ഹൈജീൻ പറയണം, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്, റെസ്പിറേറ്ററി ഹൈജീന്, കഫ് എറ്റിക്വേറ്റ്. നമ്മൾ ചുമയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ദെൻ ഡിസ്ഇൻഫെക്ഷൻ ഓഫ് പേഷ്യൻ്റ് കെയർ ആക്ടിവിറ്റി. പേഷ്യൻ്റ്
കെയർ ഐറ്റംസ്, നമ്മൾ പേഷ്യൻറ്റിനെ കെയർ ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ആ സാധനങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുന്നത്. ദെൻ എൻവയൺമെൻറ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം, എൻവയൺമെൻറ്റ് ക്ലീനിങ്. ദെൻ ബയോമെഡിക്കൽ വേസ്റ്റ്. അപ്പം ഹാൻഡ് ഹൈജീൻ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്, റെസ്പിറേറ്ററി ഹൈജീൻ ആൻഡ് കഫ് ഹൈജീന്, ദെൻ ഡിസ്ഇൻഫെക്ഷൻ ഓഫ് പേഷ്യൻ്റ് കെയർ ഐറ്റംസ്, ബയോമെഡിക്കൽ വേസ്റ്റ് ഉണ്ട്, ദെൻ എൻവയൺമെൻറ്റ് ക്ലീനിങ്ങും ഉണ്ട്. ദെൻ സ്പില്ലേജ് ക്ലീനിങ്, ദെൻ ഷാർപ്പിൻ്റെ ക്ലീനിങ്. ഇതിത്രയുമാണ് എന്തിനകത്ത് വരുന്നത്, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനുള്ളത്. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്ന ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഗൗണ്, ഗ്ലൗസ്, മാസ്ക് അത് മാത്രം എഴുതിയാൽ പോരാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാൻഡ് ഹൈജീനെ കുറിച്ച് എഴുതണം, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിനെ കുറിച്ച് കൃത്യമായിട്ട് എഴുതണം. ദെൻ റെസ്പിറേറ്ററി ഹൈജീൻ, കഫ് എറ്റിക്വേറ്റ് ഉണ്ട്, അത് പറയണം. ഡിസ്ഇൻഫെക്ഷൻ ഓഫ് പേഷ്യൻ്റ് കെയർ ഐറ്റംസ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, ദെൻ പേഷ്യൻ്റ് എൻവയൺമെന്റ് ക്ലീനിങ്ങിനെ കുറിച്ച്. സോ ഇതെന്ന് വെച്ചാൽ എന്താണ്, ഇതൊക്കെയാണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എഴുതേണ്ട കാര്യങ്ങൾ. എഫക്റ്റീവ് യൂസ് ഓഫ് PP, അതാണ് നമ്മുടെ സിലബസിലെ മറ്റൊരു ടോപ്പിക്ക്. അപ്പം PP എന്താണെന്ന് അറിയണം, PPയിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ജസ്റ്റ് നമ്മൾ ഓവർവ്യൂ ആയിട്ട് പറഞ്ഞു. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് നമ്മുടെ സ്കിന്നിനെയും മ്യൂക്കസ് മെമ്പറൈനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഫ്രം എന്തിൽ നിന്ന്, ബ്ലഡിൽ നിന്ന്, പേഷ്യൻറ്റിൻ്റെ ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നല്ല. ഓക്കെ, സോ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് ഉള്ളതെന്ന് ഡിസ്കസ് ചെയ്തു. ദെൻ ഓരോന്നായിട്ട് പറയാം. ആദ്യത്തെയാണ് ഗ്ലൗസ്. ഗ്ലൗസ് നമ്മൾ പേഷ്യൻസിനെയും അതേപോലെ തന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെയും മൈക്രോ ഓർഗാനിസത്തിൻ്റെ എക്സ്പോഷറിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രിക്കോഷനായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കോണ്ടാക്റ്റിൽ, അതായത് ഒരു പേഷ്യൻ്റ് ചില അസുഖങ്ങൾ നമ്മൾ കോണ്ടാക്റ്റിലൂടെ സ്പ്രെഡ് ചെയ്യാറുണ്ട്. ഇപ്പം ഭയങ്കരമായിട്ടൊരു വൈറൽ ഇൻഫെക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ്, ആ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയായിട്ട് കോണ്ടാക്റ്റിലായി കഴിഞ്ഞാൽ വരാം. ദെൻ ഡ്രോപ്ലെറ്റിൻ്റെ പ്രിക്കോഷനായിട്ടൊക്കെ നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കുന്നുണ്ട്. എപ്പോഴാണ് ആവശ്യം അപ്പം മാത്രം ഗ്ലൗസ് ഉപയോഗിച്ചാൽ മതി. ഇൻഡിക്കേറ്റർ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ വേസ്റ്റ് ഓഫ് റിസോഴ്സസ് ആണെന്ന് നമുക്ക് പറയാം. അടുത്തയാണ് ഹാൻഡ് ഹൈജീന് ആൻഡ് ഗ്ലൗസ് യൂസ്. ഹാൻഡ് ഹൈജീനും കൂടെ തന്നെ ഗ്ലൗസ് യൂസിൻ്റെ കാര്യം പറയാം. നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഹാൻഡ് ഹൈജീൻ ചെയ്യാതെ ഇരിക്കരുത്. യൂസിങ് ഗ്ലൗസ് ഇസ് നെവർ എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹാൻഡ് ഹൈജീൻ. അപ്പം ഒരിക്കലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പറയാൻ പാടില്ല. ഹാൻഡ് വാഷിംഗ്, വി ഹാവ് ടു ഹാൻഡ് വാഷ് ആഫ്റ്റർ ഗ്ലൗസ് യൂസിന് ശേഷവും ഹാൻഡ് വാഷിംഗ് ചെയ്യണം, ബിഫോർ നമ്മൾ ഹാൻഡ് വാഷിംഗ് ചെയ്തിരിക്കണം. ദെൻ നമ്മളിപ്പം ഹാൻഡ് കുറേ നേരം ഉപയോഗിച്ചിട്ടുണ്ട്, അങ്ങനെ തന്നെ ഗ്ലൗസ് അതേപോലെ ആസ് സച്ച് കയ്യിൽ ഇങ്ങനെ ഇട്ടേക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ മോയ്സ്ചർ വാം ആൻഡ് ഇതൊരു ബാക്ടീരിയ വളരാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എൻവയൺമെൻ്റ് ആണ്. അപ്പം നമ്മൾ തന്നെ നമ്മുടെ മൈക്രോ ഓർഗാനിസംസിന് ഒരു വളരാനുള്ള ഒരു എൻവയൺമെൻറ്റ് ഒരുക്കി കൊടുക്കുന്ന പോലെയാണ്. ഇതിനെ നമ്മൾ സേഫ് ഹെവൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ ഫർദർ മോർ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ഗ്ലൗസിലൊക്കെ വളരാനുള്ള ചാൻസ് ഉണ്ട്. മൈക്രോ ഓർഗാനിസം വളർന്ന് കുറേ നേരം നമ്മളത് ഇട്ടുകൊണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ വളരെ നല്ല ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുമ്പോൾ ഒരു ഹെൽത്ത് വർക്കറിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട്, പേഷ്യൻസിലോട്ടൊക്കെ ഡിസീസസ് സ്പ്രെഡ് ആവാം. അടുത്തത് എപ്പം ചേഞ്ച് ചെയ്യണമെന്ന്. ഒരു പേഷ്യൻറ്റിനെ യൂസ് ചെയ്ത് കഴിഞ്ഞു, അടുത്ത പേഷ്യൻറ്റിനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഗ്ലൗസ് ഇടണം. മീൻസ് ഒരാളുടെ ബോഡി ഫ്ലൂയിഡ്സോ ബ്ലഡിൽ നിന്നോ അസുഖം മറ്റൊരു വ്യക്തിയിലോട്ട് സ്പ്രെഡ് ആവാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം ഗ്ലൗസ് ഷുഡ് ബി യൂസ്ഡ്, മീൻസ് ഹാൻഡ് വാഷിംഗ് എപ്പോഴാണ്, ബിഫോർ ഗ്ലൗവിങ്ങിന് ശേഷം ഗ്ലൗവിങ്ങിന് മുമ്പും ശേഷവും ചെയ്യണം. പിന്നെ എപ്പോഴാണ് ചേഞ്ച് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. ദെൻ
നോ ഹാൻഡ് ഹൈജീൻ ഓവർ ദ ഗ്ലൗഡ് ഹാൻഡ്. ഗ്ലൗ ചെയ്ത ഹാൻഡിൻ്റെ മുകളിലൂടെ കഴുകാനായിട്ട് പോകരുത്. അപ്പം ഹാൻഡ് ഹൈജീൻ ബിഫോർ ഗ്ലൗവിങ്, ആഫ്റ്റർ ഗ്ലൗവിങ്. എപ്പോഴാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്? ഒരു പേഷ്യൻ്റെ ബോഡി ഫ്ലൂയിഡ്സ് ബ്ലഡുമായിട്ട് കോണ്ടാക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾക്ക് അത് ഉപയോഗിക്കരുത്. ദെൻ ഗ്ലൗസിന് മുകളിലായിട്ട് നമ്മൾ ഹാൻഡ് വാഷിങ് ചെയ്യാനും പാടില്ല. ഓക്കെ, അടുത്തയാണ് സർജിക്കൽ 3 PLY mask or respirators. നമുക്ക് 2 ടൈപ്പ് ഓഫ് PPE ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ റെസ്പിറേറ്ററി പ്രൊട്ടക്ഷൻ. ഒന്നാമത്തെയാണ് സർജിക്കൽ മാസ്ക്. രണ്ടാമത്തെയാണ് റെസ്പിറേറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യം സർജിക്കൽ മാസ്ക് 3 PLY സർജിക്കൽ 3 ply മാസ്കിനെ കുറിച്ച് പറയാം. ഇത് നമ്മൾ മെഡിക്കൽ മാസ്ക് എന്നോ വിളിക്കും. ഇത് ലൂസ് ആയിട്ടുള്ള ഫിറ്റിംഗ് ആണ്. സിംഗിൾ മീൻസ് ഒരു ടൈം ഒരിക്കൽ ഉപയോഗിക്കാം പിന്നെ കളയാം എന്ന രീതിയിലാണ്. സിംഗിൾ യൂസ് ആണ്. ദെൻ നമ്മുടെ നോസിനെ കവർ ചെയ്യുന്നുണ്ട്, മൗത്തിനെ കവർ ചെയ്യും. ഇത് പ്രധാനപ്പെട്ടുള്ള യൂസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും സാധനങ്ങൾ ബോഡി ഫ്ലൂയിഡ്സോ ബ്ലഡോ സ്പ്ലാഷ് ചെയ്യുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും. കൂടാതെ തന്നെ സ്പ്രേസ് ഫ്രം റീച്ചിങ് ദ മൗത്ത് ആൻഡ് നോസ്. അപ്പം സ്പ്ലാഷസിൽ നിന്നും സ്പ്രേസിൽ നിന്നും നമ്മുടെ മൗത്തിനെയും നോസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യും. Then also protect from respiratory secretions നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ 3 ply മാസ്കിൻ്റെ കോമ്പോസിഷൻ 3 ലെയർ ഉണ്ട്. ഒന്ന് ഔട്ടർ ഫ്ലൂയിഡ് ആയിട്ടുള്ള റിപ്പലൻ്റ് ലെയർ ഉണ്ട്. ഇതിനകത്ത് ഹൈഡ്രോഫോബിക് ലെയർ ആണ്. അതാകുമ്പോൾ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇത് റിപ്പൽ ചെയ്ത് കളയും. ബിക്കോസ് ഹൈഡ്രോഫോബിക് എന്ന് വെച്ചാൽ പേടിയാണ്, വെള്ളത്തിന് പേടിയാണ്. സോ വെള്ളം വരിക, ഇത് റിപ്പൽ ചെയ്ത് കളയും. സോ അതാണ് ഔട്ടർ ആയിട്ടുള്ള ഫ്ലൂയിഡ് റിപ്പലൻ്റ് ലെയർ. രണ്ടാമത്തെയാണ് മിഡിൽ ഫിൽറ്റർ ലെയർ. ഇതുണ്ടാക്കിയിരിക്കുന്നത് മെൽറ്റ് ബ്ലൗൺ മെറ്റീരിയൽ വെച്ചിട്ടാണ്. ദെൻ N95 വെച്ച് കമ്പയർ ചെയ്യുമ്പം ദ ഫിൽറ്റർ പോർ സൈസ് ഓഫ് ദ സർജിക്കൽ മാസ്ക് ഈസ് നോട്ട് സ്റ്റാൻഡർഡൈസ്ഡ്. N95 വെച്ച് നോക്കുമ്പോൾ സ്റ്റാൻഡർഡൈസ്ഡ് ഒന്നുമല്ല. ഇനി ഇന്നർ ഹൈഡ്രോഫിലിക് ലെയർ ഉണ്ട്, അത് വെള്ളത്തിനെ അബ്സോർബ് ചെയ്യും. അപ്പം നമ്മുടെ സ്വെറ്റ്, ദെൻ സ്പിറ്റ്, നമ്മളെന്തെങ്കിലും ഒരു ചെറുതായിട്ട് ഇങ്ങനെ വായിൽ നിന്ന് സെക്രീഷൻ വന്നെന്ന് വിചാരിക്കുക, സ്പിറ്റ് ചെയ്യുന്നത്, ദെൻ ഇതൊക്കെ ഇതിനെയൊക്കെ അബ്സോർബ് ചെയ്ത് എടുക്കുന്ന ലെയറാണ് മൂന്നാമത്തെ ലെയർ ആയിട്ടുള്ള ഇന്നർ ഹൈഡ്രോഫിലിക് ലെയർ. 2 ply മാസ്കിൻ്റെ കേസ് വരുമ്പോൾ ഇവിടെ 2 ലെയറേ ഉള്ളൂ, അകത്തതും പുറത്തതും, മിഡിൽ ലെയർ ഇല്ല. സോ ദെയർ വിൽ ബി ഓൺലി ഔട്ടർ ഫ്ലൂയിഡ് ഫോബിക് ആയിട്ടുള്ള ലെയറും ഹൈഡ്രോഫോബിക്കും. ഹൈഡ്രോഫോബിക് അഥവാ ഔട്ടർ ഫ്ലൂയിഡ് റിപ്പലൻ ലെയറും അകത്ത് കാണുന്ന ഇന്നർ ഹൈഡ്രോഫിലിക് ലെയർ. ആൻഡ് ദേ ഷുഡ് ബി യൂസ്ഡ് ഇൻ ഹൈജീനിക് ആൻഡ് സാനിറ്റേഷൻ പർപ്പസ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുന്ന സമയത്ത്, സ്പാ സെൻറ്റേഴ്സിലും ദെൻ ഫുഡിൻ്റെ ഇൻഡസ്ട്രീസിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. വി ഡോണ്ട് യൂസ് ഇറ്റ് ഇൻ ഇവിടെ ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കാറില്ല. 3 ply മാസ്ക് ഒക്കെയാണ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത്. ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഒന്നാമത്തത്, നമ്മളൊരു സർജിക്കൽ മാസ്ക് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ ഇൻസ്ട്രക്ഷൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഷെൽഫ് ലൈഫ്. ഡിസ്പോസിബിൾ ആണ്, അതായത് സിംഗിൾ യൂസ് ആണെങ്കിൽ നമ്മളൊരു 4 മുതൽ 6 മണിക്കൂർ കഴിയുമ്പം ചേഞ്ച് ചെയ്യണം. ഓക്കെ,
നമ്മൾ 8 മണിക്ക് വെച്ചു, 9, 9, 10, 11, 12, 1, 2, ഓക്കെ 2 മണിയാണ് മാസ്ക്. അപ്പോൾ രാവിലെ ഒരു മാസ്ക് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്കൊന്ന് മാസ്ക് മാറ്റാം. എന്നിട്ട് ഉച്ച മുതൽ വൈകുന്നേരം വരെ ഒരു മാസ്ക് വയ്ക്കാം. ഇങ്ങനെയുണ്ട്. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. രണ്ടാമത്തെയാണ് ഡോണിങ്. നമ്മൾ മാസ്ക് കെയർഫുള്ളി വേണം വെക്കാനായിട്ടുള്ളത്. ദെൻ പ്രോപ്പറായിട്ട് കവർ ചെയ്യണം. കവർ ചെയ്യാതിരുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ കവർ ചെയ്യണം. മൗത്തിനെയും കൂടാതെ തന്നെ നോസിനെയും കവർ ചെയ്യണം. പിന്നെ നോസിൻ്റെ അവിടെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ദ ബ്രിഡ്ജ് ആൻഡ് ടൈ ഇറ്റ് സെക്യൂർലി. ഓക്കെ, ആൻഡ് ഇറ്റ് സെക്യൂർലി ടു മിനിമൈസ് എനി ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഫേസ് ആൻഡ് മാസ്ക്. കാരണം ഫേസിൻ്റെയും മാസ്കിൻ്റെയും ഇടയിലൂടെ മൈക്രോബ്സ് കയറിപ്പോയാലോ, സോ ഗ്യാപ്പ് വരാൻ പാടില്ല. മൂന്നാമത്തെ കാര്യമാണ് ഹാങ്ങിങ് മാസ്ക് സിൻഡ്രം. എന്താണ് ഹാങ്ങിങ് മാസ്ക് സിൻഡ്രം? ചിലർ മാസ്ക് ഇടും, പക്ഷേ മൂക്ക് കവർ ചെയ്യൂല. അവരുടെ മൂക്ക് കവർ ചെയ്യാതെ ആ ഒരു നെക്ക് റീജിയനിൽ താനായിരിക്കും കിടക്കുന്നത്. സോ ദ ടച്ചിങ് ദ ഫ്രണ്ട് ഓഫ് ദ മാസ്ക് വൈൽ വെയറിങ് ഷുഡ് ബി അവോയ്ഡഡ്. മാസ്ക് ഇട്ടിരിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്കൊരു കംഫർട്ട് കാണത്തില്ല. അതുകൊണ്ട് മാസ്കിൻ്റെ ഫ്രണ്ട് തൊടാറുള്ളവരുണ്ട്, പക്ഷെ വി ഷുഡ് നോട്ട് യൂസ് ഇറ്റ്. വി ഷുഡ് നോട്ട് ഡു ദാറ്റ്. ഫ്രണ്ട് തൊടാൻ വേണ്ടി പാടില്ല. ഓക്കെ, ദെൻ ദ ഹാൻഡ് ഹൈജീൻ ഷുഡ് ബി പെർഫോംഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ വെയറിങ് ദ മാസ്ക്. ഡിസ്കാർഡിങ് ദ മാസ്ക്. ഡിസ്കാർഡ് ചെയ്തതിന് ശേഷവും ഡോൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഹാൻഡ് വാഷിങ് ചെയ്യണം. ദെൻ ഡിസ്കാർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാൻഡ് വാഷിങ് ചെയ്യണം. സോ ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തത് ഇതിൻ്റെ ഷെൽഫ് ലൈഫാണ്. 4 മുതൽ 6 മണിക്കൂർ കഴിയുമ്പം മാറ്റണം. പിന്നെ നമ്മുടെ മാസ്കിൻ്റെ ഹാങ്ങിങ് മാസ്ക് സിൻഡ്രം പറഞ്ഞു.